എല്ലാവർക്കും നമസ്തേ. ജന്മാഷ്ടമി ദിനത്തിൽ, അതായത് കഴിഞ്ഞ ഞായറാഴ്ച, എൻ്റെ ഒരു സുഹൃത്തായ CPM നേതാവിൻ്റെ ഒരു വാട്സാപ്പ് മെസ്സേജ് എനിക്ക് ലഭിച്ചു. അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജന്മാഷ്ടമി ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് ആ വാട്സാപ്പ് മെസ്സേജ് കിട്ടിയത്. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു: സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിജയത്തിനായി സമർപ്പിക്കുന്നതിന് പ്രേരകമായ ഒന്നാകട്ടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി എന്ന് ആശംസിക്കുന്നു. സൽപ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ടു പോകുക എന്ന തത്വചിന്തയെ അടിസ്ഥാനപ്പെടുത്തി ഭക്തജനങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. മനുഷ്യ മനസ്സുകളുടെ ഒരുമയ്ക്കായുള്ള ആഘോഷമാവട്ടെ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. പിണറായി വിജയൻ, മുഖ്യമന്ത്രി. ഈ ഒരു സന്ദേശം കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ആശ്വാസം തോന്നി, ചെറിയൊരു സന്തോഷവും. അത് മറ്റൊന്നുമല്ല, ഇന്നേ നാൾ വരെ CPM-ഉം അതിൻ്റെ നേതാക്കളും പുലർത്തിയിരുന്ന ആ ഒരു ചിന്താഗതി, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നുള്ള ആ ചിന്താഗതിയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഹിന്ദു വിശ്വാസത്തെയും ഹൈന്ദവ ധർമ്മസ്ഥാപനങ്ങളെയും ഏത് വിധേനയും തകർക്കുക, ഹിന്ദുക്കളിൽ നിന്നും ഈശ്വരവിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഇന്നേ നാൾ വരെ CPM-ൻ്റെ നേതൃത്വം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവരുടെ നടപടികളും നിലപാടുകളും അത് തന്നെയായിരുന്നു. ഇതിൽ നിന്നൊരു മാറ്റം വന്ന് ഹിന്ദു വിശ്വാസികളെ അംഗീകരിക്കാൻ, ഹിന്ദു വിശ്വാസത്തെ അംഗീകരിക്കാൻ CPM-ഉം അതിൻ്റെ പ്രവർത്തകരും നേതാക്കളും തയ്യാറാകുന്നു എന്നുള്ള ഒരു ചിന്ത കാരണമാണ് എനിക്ക് അല്പം ആശ്വാസവും അല്പം സന്തോഷവും തോന്നിയത്. അത് നല്ലൊരു മാറ്റമാണ് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു സമാധാനവും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കാണുമ്പോൾ ഇത് വെറുതെ ആയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആ വാർത്തകൾ കണ്ടതിന് ശേഷം എനിക്ക് ഒരു സംശയം, ഇങ്ങനെയൊരു സന്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ഞാൻ സംശയിച്ചു പോകുന്നു. കാരണം രണ്ട് വാർത്തകൾ മാത്രം ഞാൻ അതിന് പ്രതിപാദിക്കുന്നുണ്ട്. തൊടുപുഴയിൽ ഒരു പ്രദേശത്ത് ജന്മാഷ്ടമിക്ക് മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ചും ഒക്കെ ആകെ ഒരു ആഘോഷത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് വരുന്ന ഇതെല്ലാം ഒരു CPM പ്രവർത്തകൻ നശിപ്പിക്കുകയും അവിടുത്തെ പ്രവർത്തകരെ ആക്രമിക്കാനും ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് ഒന്ന് വന്നത്. അത് ജന്മാഷ്ടമിയുടെ 2 ദിവസം മുമ്പ് നടന്ന സംഭവം. ജന്മാഷ്ടമി ദിവസം ശോഭായാത്രയ്ക്ക് നേരെ കടുത്ത ആക്രമണം നടത്തിയിരിക്കുന്നു. അതെവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് നരിപ്പറ്റയിൽ. അവിടെ ജന്മാഷ്ടമി ദിനത്തിൽ ഗോപികാവേഷം അണിഞ്ഞ കുട്ടികൾക്കും ആ ശോഭയാത്രയ്ക്ക് നേരെയാണ് ഈ CPM പ്രവർത്തകർ ആക്രമണം നടത്തിയത്. ആ ശോഭയാത്രയിൽ ഗോപികാവേഷം കെട്ടിയ പെൺകുട്ടികളെയും സ്ത്രീകളെയും, ആ ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീകളെയും ഇവർ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ഉണ്ടായി. അതിനകത്തിൽ പറയപ്പെടുന്നത്, വാർത്തകൾ വരുന്നത്, ഒരു രാധയുടെ വേഷം കെട്ടിയ ഒരു പെൺകുട്ടിയുടെ ചെവിക്കല്ലടിച്ചു പൊട്ടിച്ചു എന്നും പറയുന്നു. അവർക്ക് ഇത് പ്രകോപനമായത് രാമനാമം ജപിച്ചതാണെന്നും ആണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, മുഖ്യമന്ത്രിയുടെ ഈ ആശംസ എന്ന് പറയുന്ന, അഥവാ അദ്ദേഹം അങ്ങനെ ആശംസ നേർന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഉള്ള ഒരു ആശംസ, ആത്മാർത്ഥതയോടെ ഉള്ള അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
തെരഞ്ഞെടുപ്പ് വരുന്നു. ആ സമയത്ത് ഹിന്ദു വിശ്വാസികളെ കബളിപ്പിക്കാൻ, വോട്ട് നേടാൻ വേണ്ടിയുള്ള വെറും ഒരു നാടകമായിരുന്നു എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അഥവാ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഇത് ഇങ്ങനെ ഒരു ആശംസ നേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, CPM പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സന്ദേശമുണ്ടാക്കി ആളുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ടി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുഖ്യമന്ത്രി വിശ്വാസികളെ ആശംസിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ നടത്തുന്ന തട്ടിപ്പാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോഴിക്കോട് നരിപ്പറ്റയിൽ ശോഭയാത്രയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ആ പെൺകുട്ടിയുടെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിച്ച, അതിനകത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി മർദ്ദിച്ച ഈ CPM പ്രവർത്തകർക്ക് നേരെ എന്ത് പോലീസ് നടപടികളാണ് സ്വീകരിക്കുന്നത്, എന്ത് നിയമ നടപടികളാണ് സ്വീകരിക്കാൻ CPM തയ്യാറാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുക. അങ്ങനെ അവർ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ആശംസ ആത്മാർത്ഥതയോടാണ് ഈ ആശംസാ സന്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതല്ല, ഇതിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു സന്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നും നമ്മൾ വിശ്വസിക്കുക. ഇത് വ്യാജമായി ഹിന്ദു വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇത്തരം വ്യാജ ആശംസകളിലും വ്യാജമായി വിശ്വാസികളെ അംഗീകരിക്കുന്നെന്ന് വരുത്തി തീർക്കുന്നതിലും വിശ്വാസികൾ ഒരിക്കലും വീഴരുത് എന്നുള്ളതാണ് ഈ ശോഭായാത്രയ്ക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ CPM നേതൃത്വം ഇടപെട്ട് ഈ അക്രമികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും അവർ ചെയ്ത ഈ ക്രൂരതയ്ക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനും തയ്യാറാകണം. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ CPM-ഉം സർക്കാരും തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മളുടെ മുന്നിൽ ഉയരുന്ന ചോദ്യം. നമ്മൾ ഉയർത്തേണ്ട ചോദ്യം അത് തന്നെയാണ്. ഇതിനെതിരെ ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതികരിക്കേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. പത്രങ്ങളിലൊന്നും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും അധികം വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങൾ CPM-ന്റെ എന്ത് തോന്നിവാസത്തിനെയും മൂടി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അവർ എന്ത് തെറ്റ് കാണിച്ചാലും അതിനെ മൂടി വെക്കുക എന്നുള്ള ആ ഒരു നിലപാടായത് കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കാര്യമായിട്ടെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പത്രങ്ങൾ, നമ്മുടെ കേരളത്തിലെ പത്രധർമ്മത്തിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഇവിടെ ഒരു പത്രധർമ്മം എന്നുള്ള ഒരു സംഭവമില്ല. അടുത്ത കാലത്ത് തന്നെ കണ്ടു, ഈ ഒരു സിദ്ദിഖാപ്പൻ, അയാൾ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് UP-യിലെ ഹത്രായിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട അയാളെ അവിടെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ റിമാൻഡിലായിരുന്നു. അയാൾ സുപ്രീം കോടതി ഇടപെട്ട് അയാളുടേതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ടു. അയാൾ ആ ജാമ്യ വ്യവസ്ഥയെ എല്ലാം തന്നെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് അടുത്ത സമയത്ത് ഈ തീവ്രവാദികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരു പൊതു വേദിയിൽ അയാൾ പ്രസംഗിച്ചത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും പാകിസ്ഥാൻ അനുകൂലമായിട്ടും പാകിസ്ഥാൻ സൈന്യത്തിനും അനുകൂലമായിട്ടും
പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിച്ചും പോസ്റ്റ് ഇടുകയും നിരവധി തവണ പാകിസ്ഥാനികളുമായി ബന്ധപ്പെടുകയും ചെയ്ത ഒരു മലയാളിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ അയാളെ സ്വതന്ത്രനാക്കണം എന്ന് പറഞ്ഞ് നടത്തിയ ഒരു പരിപാടിയിലാണ് ഈ കാപ്പൻ പങ്കെടുത്തത്. നിയമ വ്യവസ്ഥകളെ തീർത്തും പരിഹസിക്കുന്ന രീതിയിൽ ഉള്ള നടപടിയാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം അയാൾക്ക് ജാമ്യം കൊടുക്കുന്ന സമയത്ത് ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കരുത് എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ. ഇതിനെ ലംഘിച്ചുകൊണ്ട് അയാൾ അതിനകത്തിൽ പങ്കെടുത്തിട്ടും നമ്മുടെ നാട്ടിലെ ഒരു പത്രവും അതിനെക്കുറിച്ച് വാർത്ത നൽകാൻ തയ്യാറായില്ല. എന്താണ് എന്ന് വെച്ചാൽ അയാളും ഇവിടുത്തെ നമ്മുടെ പത്രപ്രവർത്തക യൂണിയനിലെ ഒരു അംഗമാണ്, സജീവ അംഗമാണ്. അതുകൊണ്ട് ഈ പത്രപ്രവർത്തക യൂണിയൻ പത്രങ്ങൾ ഇതിനെ തമസ്കരിക്കാനാണ് ശ്രമിച്ചത്. അതാണ് നമ്മുടെ ഈ നാട്ടിലെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം. അവർ ഈ ശോഭായാത്രയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളെ മൂടിവെക്കാനാണ് ശ്രമിച്ചത്. കാരണം CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ആയതുകൊണ്ട് അവരത് മൂടിവെച്ചു. ഇത് നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഈ CPM പ്രചരിപ്പിക്കുന്ന ഈ ജന്മാഷ്ടമി ആശംസാ സന്ദേശം, മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഈ സന്ദേശത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തൊടുപുഴയിലും കോഴിക്കോട് നരിപ്പറ്റയിലും കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും ശോഭായാത്രയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യാനും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും തയ്യാറാകുകയാണ് വേണ്ടത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.